എനിക്കും ലഹരി വിൽപ്പനക്കാരോട് പറയാനുള്ളത്, നിങ്ങളിത് ദയവായിട്ട് അവസാനിപ്പിക്കണം. ഭാവി തലമുറയ്ക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയായ ഓപ്പറേഷൻ തൂഫാനോടൊപ്പം ഞാനും ചേരുന്നു. കൊല്ലേണ്ടതിനെ കൊല്ലണം. ദയ വിചാരിച്ചു വിട്ടാൽ അത് പിന്നെ അതിലും അലമ്പുണ്ടാക്കും. ദ്രോഹമുണ്ടാക്കുന്നതാണെന്ന് കണ്ടാൽ തരം കിട്ടുമ്പോൾ കൊന്നേക്കണം. അതാ നിയമം. എന്താ അതിൽ തെറ്റുണ്ടോ? എനിക്ക് ഒരു മകനാണുള്ളത്. സത്യം പറയാമല്ലോ, ഒരു അമ്മ എന്ന നിലയിൽ അവനെ സമൂഹത്തിലേക്ക് വിടുമ്പോൾ ഭയമാണ്. ചതിക്കുഴികളാണ് ചുറ്റും. ലഹരിയുടെ ലോകം സ്കൂളിൻ്റെ പടിവാതിൽ മുതൽ അവൻ പോകുന്ന എല്ലാ വഴികളിലും ഒരു കയ്യെത്തും ദൂരത്തിൽ ലഭ്യമാണ്. വളർന്നു വരുന്ന കുഞ്ഞുങ്ങളുള്ള ഓരോ അമ്മമാരുടെയും അവസ്ഥ ഇതിൽ നിന്ന് വ്യത്യസ്തമായിരിക്കില്ല. എപ്പോഴാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ ലഹരിയുടെ മായാലോകത്തിലേക്ക് വീഴുന്നതെന്ന് ഭയപ്പെട്ടിരുന്നു. ഇപ്പോൾ ഒരുപാട് ആശ്വാസം തോന്നുന്നു, ഒരുപാട് സന്തോഷം തോന്നുന്നു, സമാധാനം തോന്നുന്നു. അമ്മമാർക്ക് പേടി കൂടാതെ കുഞ്ഞുങ്ങളെ പഠിക്കാനും പുറത്തേക്കുമൊക്കെ വിടാൻ പറ്റണം. ലഹരി മരുന്നെന്ന വിപത്തിൽ നിന്നും കേരളത്തെ രക്ഷിക്കാൻ ഓരോ അമ്മമാരുടെയും എല്ലാവിധ സപ്പോർട്ടും ഉണ്ടാകും. അത് ഏത് വിധത്തിലാണെങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങളെ കൊലയ്ക്ക് കൊടുക്കാൻ സമ്മതിക്കില്ല എന്ന് തീരുമാനമെടുത്തുകൊണ്ട് നമ്മൾ എല്ലാവരും ഓപ്പറേഷൻ തൂഫാനോടൊപ്പം ഉണ്ടാകണം. വളർന്നു വരുന്ന തലമുറകളെ കാക്കാൻ, നാളെയുടെ പ്രതീക്ഷകളെ ലഹരിയുടെ ഇരുട്ടിലേക്ക് തള്ളിവിടാൻ നോക്കുന്നവർക്കെതിരെ നാം ഇന്നേ പോരാടണം. അവസാനിപ്പിക്കാൻ കഴിയാത്തതായിട്ടൊന്നും ഈ ലോകത്തിൽ ഇന്നേ വരെ ഉണ്ടായിട്ടില്ലടോ. നിങ്ങളുടെ രാഷ്ട്രീയം എന്തുമാകട്ടെ, ലഹരി വിമുക്ത കേരളത്തിനോടൊപ്പം ഒരുമിച്ച് പോരാടാം. നമ്മുടെ മാതാപിതാക്കളുടെ കണ്ണുനീരൊഴിയട്ടെ, വേട്ട തുടരട്ടെ. പണി അറിയുന്ന ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല സാറിനും പ്രിയപ്പെട്ട കേരള പോലീസിനും നന്ദി. സല്യൂട്ട് യു ഓൾ. താങ്ക് യു.